തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് പോലീസ്. പോക്സോ നിയമപ്രകാരം അരുണിനെതിരെ കേസെടുത്തു. പ്രതി കഞ്ചാവിന് അടിമയാണെന്നും പോലീസ് റിപ്പോർട്ട്. കുട്ടിക്ക് നിലവിലെ ചികിത്സ തുടരാൻ മെഡിക്കൽ ബോർഡ് നിർദ്ദേശം. തലച്ചോറ് മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നതായതിനാൽ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ലെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അറിയിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയുടെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ 5-അംഗ സംഘം കുട്ടിയെ പരിശോധിക്കാനെത്തിയത്. ന്യൂറോ സർജനും ശിശുരോഗ വിദഗ്ധനും ഉൾപ്പെട്ട സംഘം കുട്ടിയെ വിശദമായി പരിശോധിച്ചു. കുട്ടിക്ക് നൽകുന്ന ചികിത്സ തൃപ്തികരമാണെന്നും വെന്റിലേറ്ററിന്റെ സഹായം തുടരാനും സംഘം നിർദ്ദേശം നൽകി. മസ്തിഷ്കം നേരിയ തോതിൽ പ്രവർത്തിക്കുന്നതിനാൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി അരുൺ ആനന്ദിനെ വൻ പോലീസ് സന്നാഹത്തോടെ കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീടിനുള്ളിലെ ഭിത്തിയിൽ നിന്ന് ചോരക്കറയും കുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച മുറിഞ്ഞ വടികളും അന്വേഷണ സംഘം കണ്ടെടുത്തു. 15 മിനിറ്റ് നീണ്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ അസഭ്യവർഷവുമായി പാഞ്ഞെടുത്തു. തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ സ്റ്റേഷനിലെത്തിച്ചത്. 1 മാസം മുൻപ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന പേരിലാണ് യുവതിയും അരുണും ഇവിടെ വീടെടുത്ത് താമസം തുടങ്ങിയത്. അയൽവാസികളുമായി ഇവർ അധിക ബന്ധം പുലർത്തിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ദിവസം ഇവരുടെ വീടിന് മുകൾ നിലയിൽ താമസിക്കുന്നവർ സ്ഥലത്ത് ഇല്ലായിരുന്നു. പ്രതിയുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പിയും മഴുവും പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന SP വേണുഗോപാൽ. പ്രതി അരുൺ ആനന്ദിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അരുൺ കഞ്ചാവിന് അടിമയെന്ന് കണ്ടെത്തിയതായും SP പറഞ്ഞു. ഇനി വേറൊരു കേസ് കൂടി എടുക്കണം. ഇദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷലായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അതെ തന്നെ, ഇത് ഇപ്പോൾ ഇതായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുന്നു. അത് പോക്സോ കേസ് വരും. ഈ കൊച്ചിന്റെ പെനിസ് എന്ന് നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്, വീക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡീപ്പായിട്ട് നോക്കിയാൽ ഇദ്ദേഹം അങ്ങനത്തെ ഒരു ഹാബിറ്റും കൂടി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കിയത്. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയാണ് മരിച്ചത്. ഓയർ സ്വദേശി ചന്തുലാൽ, ഗീതാലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 21-നാണ് തുഷാര മരണപ്പെടുന്നത്. മരിച്ച നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഭർത്താവും വീട്ടുകാരും മുങ്ങുകയായിരുന്നു. സ്ത്രീപീഡനം മൂലമാണ് മരണമെന്ന് പരാതി ഉയർന്നതോടെ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇതിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുഷാരയ്ക്ക് വേണ്ടത്ര ഭക്ഷണമോ പോഷകങ്ങളോ ലഭിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. മരണസമയത്ത് 21 കിലോ ഭാരം മാത്രമാണ് തുഷാരയ്ക്ക് ഉണ്ടായിരുന്നത്. പലപ്പോഴും മകളെ കാണാൻ പോലും ഭർത്താവും വീട്ടുകാരും അനുവദിച്ചിട്ടില്ലെന്ന് തുഷാരയുടെ അമ്മ പറഞ്ഞു. നമ്മൾ ഫോൺ ചെയ്താൽ തന്നെ ഫോൺ കൊടുക്കത്തില്ല കുഞ്ഞിന്. അവൻ പല കാരണങ്ങളും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വീട്ടിൽ വന്നിട്ട് വിളിക്കാം. നമ്മൾ 2-3 പ്രാവശ്യം വിളിക്കുമ്പോഴും അവൻ പറയും ഞാൻ പുറത്താണ്, ഞാൻ വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവൻ ഫോൺ എടുക്കാറ് പോലുമില്ല. ചന്തുലാലിനും കുടുംബത്തിനും പരിസരവാസികളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ ഇതും ഒരു കാരണമായി. കേസിൽ ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മീൻമണമേറ്റാൽ ഓക്കാനം വരുമെന്ന ശശി തരൂരിന്റെ വിവാദ പരാമർശത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നാണ് തരൂരിന്റെ വാദം. ശുദ്ധ വെജിറ്റേറിയൻ പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയും ഇല്ലായിരുന്നു. മീൻമണമേറ്റാൽ തനിക്ക് ഓക്കാനം വരുമെന്ന് കടലിന്റെ മക്കളെ അപമാനിച്ച് ട്വിറ്ററിൽ ശശി തരൂർ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നും സംസ്ഥാനത്തുടനീളം നടന്നത്. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരന്റെയും ദേഹത്ത് വിയർപ്പ് ഉണക്കും, മത്സ്യത്തൊഴിലാളിയുടെ ദേഹത്ത് മത്സ്യം ഉണക്കും. ഈ വിയർപ്പിന്റെ ഗന്ധവും മത്സ്യഗന്ധവുമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും അദ്ദേഹം വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ പോലും നടത്താത്ത ഒരു MP ആണ് അദ്ദേഹം.
തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. കോൺഗ്രസ് അനുകൂല മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളെയും കോവളം MLA M. വിൻസെന്റിനെയും കൂടെ കൂട്ടിയായിരുന്നു ശശി തരൂരിന്റെ വാർത്താസമ്മേളനം. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ആക്ഷേപമുന്നയിച്ചു. മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓഹാരം വരുന്ന ഒരു ശക്തി വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രചരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചു. എന്നാൽ ശുദ്ധ സസ്യബുക്ക് പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഏത് ചാനലിലാണ് വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിലെന്ന് മനസ്സിലാക്കി. പരാമർശം വിവാദമായതോടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുൻപോട്ടു പോകാനാണ് ശശി തരൂരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലേക്ക് ഇന്നത്തെ പ്രചരണ പരിപാടികളും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. പാണക്കാട് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാകുന്നുവെന്നും ലീഗ് നേതൃത്വം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന വാർത്ത ആവേശത്തോടെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം വൈകുന്നത് ലീഗ് നേതൃത്വത്തെ അമർഷത്തിലാക്കി. മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന ആശങ്ക മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ നേതൃയോഗം വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈദരലി തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടുപോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരിലൊക്കെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നോട്ടു പോയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മുന്നണിയിലേക്ക് പടർന്നതോടെ UDF കൂടുതൽ പ്രതിസന്ധിയിലായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. നാളെ കർണാടകയിലെ റാലിക്ക് മുൻപായി തീരുമാനമുണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഇന്ന് ദില്ലിയിൽ തുടരുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി മത്സരിക്കുന്ന കാര്യം ചർച്ച ചെയ്തേക്കും. ഇതിൽ തീരുമാനമായാൽ നാളെ കർണാടകയിൽ നടക്കുന്ന റാലിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചനയും രാഹുൽ നൽകിയേക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യം ന്യായമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം. അതേസമയം കർണാടകയിലെ ബിധാർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കൂടുതൽ നേരം മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച സാധ്യത ഇപ്പോഴും തുറന്നുകിടക്കുന്നു. 2-ാം തീയതി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനാൽ എവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാലും 1-ാം തീയതിയോ 3-ാം തീയതിയോ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് സാധ്യത. ഇതിന്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കുന്നതിൽ പ്രിയങ്കയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുലിന്റെ നിലപാട്. പ്രിയങ്ക മത്സരിച്ചാൽ മോദിക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മന്ത്രി G. സുധാകരൻ രംഗത്ത്. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. മുല്ലപ്പള്ളി രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. ആക്ഷേപിച്ചിരിക്കുകയാണ്, ഞങ്ങളെയല്ല ആക്ഷേപിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലെന്നും ആരെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നതെന്ന് ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് CPM-നെ പഴിചാരുന്ന മുല്ലപ്പള്ളിയുടെ നിലപാട് അപക്വമെന്ന് MA ബേബി. KPCC-ക്കും AICC-ക്കും നിലപാടെടുക്കാൻ സാധിക്കാത്തതിനാൽ CPM-നെ പഴിചാരരുതെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ കഴിവുകേട്
CPM-ന്റെ തലയിൽ വെച്ചുകെട്ടേണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ഇടപെടാറില്ലെന്നും MA ബേബി പറഞ്ഞു. AICC നേതൃത്വവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കണം. അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ വല്ലവരെയും കേരളത്തിൽ മത്സരിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് എന്തെങ്കിലും കഴിവില്ലായ്മയുണ്ടെങ്കിൽ അതിൻ്റെ പഴി CPIM-ന്റെ പുറത്ത് വെച്ച് കെട്ടുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സമീപനം വളരെ അപക്വമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിയുടെ A. സമ്പത്തും C. ദിവാകരനും NDAയുടെ K. സുരേന്ദ്രനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സമ്പത്തും ദിവാകരനും തിരുവനന്തപുരത്തെ വരണാധികാരിക്കും സുരേന്ദ്രൻ പത്തനംതിട്ട വരണാധികാരിക്കും മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. MN ഗോവിന്ദൻ നായർ EMS അയ്യങ്കാളി പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. ദിവാകരൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, V. ശിവൻകുട്ടി, M. വിജയകുമാർ, GR അനിൽ, പ്രകാശ് ബാബു എന്നിവർക്കൊപ്പമെത്തിയാണ് പത്രിക ജില്ലാ വരണാധികാരിയായ കളക്ടർ K. വാസുകിക്ക് സമർപ്പിച്ചത്. മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയുണ്ടെന്നും ശശി തരൂരിന്റെ വിവാദ പ്രസ്താവനയ്ക്കുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും ദിവാകരൻ പ്രതികരിച്ചു. ഇടതുപക്ഷ തരംഗമാണ് മണ്ഡലത്തിലുടനീളം. 100% വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവർ എന്താണെന്നുള്ളത് ജനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്തെല്ലാം ഇന്നലെ ഞാനുണ്ടായിരുന്നു. വല്ലാത്ത ആമർശവും വ്യാപകമായ പ്രതിഷേധങ്ങളെല്ലാം ഞാൻ കണ്ടു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ അപമാനിക്കണം. EK നായനാർ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും EK നായനാർ ട്രസ്റ്റിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക ഏറ്റുവാങ്ങിയ ശേഷവുമാണ് പത്രിക സമർപ്പിക്കാനായി A. സമ്പത്ത് എത്തിയത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവർക്കൊപ്പമാണ് ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി പത്രിക വരണാധികാരിക്ക് നൽകിയത്. മണ്ഡലത്തിലെ ജനങ്ങളെക്കുറിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സമ്പത്തും. സ്ഥാനാർത്ഥി ഓടുകയാണ്. സ്ഥാനാർത്ഥി ഓടിനഭ്യർത്ഥിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥികളായി വരേണ്ടവർക്കെല്ലാം വരാം. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും SUCA സ്ഥാനാർത്ഥി ബിനുകുമാറും പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യകേരളത്തിൽ എറണാകുളം, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടതു സ്ഥാനാർത്ഥികളായ P. രാജുവും ഇന്നസെന്റും പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും ജില്ലാ കളക്ടർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. തൃക്കാക്കര CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് എറണാകുളം മണ്ഡലത്തെ ഇടതു സ്ഥാനാർത്ഥി P. രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPI ജില്ലാ സെക്രട്ടറി P. രാജു, MM ലോറസ്, MLA-മാരായ S. ശർമ്മ, ജോൺ ഫെർണാണ്ടസ് ഉൾപ്പെടെ പ്രമുഖർ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. വലിയ സ്വീകരണമാണ് എല്ലായിടത്തും തനിക്ക് ലഭിക്കുന്നതെന്ന് പത്രിക സമർപ്പിച്ച ശേഷം P. രാജീവ് പറഞ്ഞു. 3 നാമനിർദ്ദേശ പത്രികകളാണ് നൽകിയിട്ടുള്ളത്. 3 MLA-മാർ, ഒന്ന് ശർമ്മ, മറ്റൊന്ന് സ്വരാജ്, പിന്നെ ജോൺ ഫെർണാണ്ടസ്. 3 MLA-മാരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. കെട്ടിവയ്ക്കുന്നതിനുള്ള പണം മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ T. പത്മനാഭൻ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുടൻ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ നല്ല സ്നേഹവും വിശ്വാസവും നൽകുന്നുണ്ട്. അപ്പോൾ അവർ അർപ്പിക്കുന്ന ഈ വിശ്വാസത്തിന് അനുസൃതമായി ഇനിയുള്ള ദിവസങ്ങളിലും അതേ രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റും വരണാധികാരിയായ എറണാകുളം കളക്ടർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിലെ പിതാവ് വറീദിന്റെ കുടീരത്തിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഇന്നസെന്റ് എറണാകുളത്ത് എത്തിയത്. K. ചന്ദ്രൻപിള്ള, NC മോഹനൻ, മുൻ MLA ജോസ് തെറ്റയിൽ, UP ജോസഫ് അടക്കം പ്രമുഖരും ഇന്നസെന്റിനൊപ്പം പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു. നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിച്ചു. ഇനി 5-ാം തീയതിയാണ് അതിന്റെ സ്കൂട്ടിനി കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടും. പക്ഷെ നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 5-6 ദിവസങ്ങളായിട്ട് നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായ AM ആരിഫും UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത്. മധ്യകേരളത്തിലെ മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികൾ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി പത്രിക സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാറിൽ നിന്ന് 6 LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ, PK ശ്രീമതി, P. ജയരാജൻ, A. പ്രദീപ് കുമാർ, PK ബിജു, PP സുനീൽ എന്നിവരാണ് പത്രികകൾ സമർപ്പിച്ചത്. അതേസമയം കോഴിക്കോട് പത്രിക സമർപ്പിച്ച MK രാഘവനൊപ്പം പ്രധാന നേതാക്കൾ എത്താത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിലാണ് കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്.
കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറും വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജനും നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി കലക്ട്രേറ്റിലേക്കെത്തി. തുടർന്ന് പ്രദീപ് കുമാറും പി ജയരാജനും ജില്ലാ കലക്ടർ സാംബശിവറാവു മുമ്പാകെ പത്രിക നൽകി. LDF നേതാക്കളായ എളമരം കരീം, മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, AN ഷംസീർ, P മോഹനൻ എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം വടകരയിലെ LDF പ്രവർത്തകർ സേവന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തതായി P ജയരാജൻ പറഞ്ഞു. വിജയം സുനിശ്ചിതമാണ്. ഇതേവരെയുള്ള പര്യടനത്തിൻ്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ LDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. 10 ബ്രിഗേഡിൻ്റെ ആഭിമുഖ്യത്തിൽ ജനസേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുടിവെള്ള വിതരണത്തിൻ്റെ മേഖലയിൽ ഇടപെടുന്നുണ്ട്, ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. വലിയ വിജയം നേടുമെന്ന് A പ്രദീപ് കുമാറും പറഞ്ഞു. വിജയം സുനിശ്ചിതമാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ. നമുക്ക് അത് രാഷ്ട്രീയമായ കാരണങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു മുമ്പാകെയാണ് പത്രിക നൽകിയത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP തുടങ്ങിയ നേതാക്കളും സതീഷ് ചന്ദ്രനൊപ്പം എത്തിയിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുൻപാകെയാണ് 3 സെറ്റ് പത്രികകൾ നൽകിയത്. മന്ത്രിമാരായ EP ജയരാജൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, MV ജയരാജൻ, C രവീന്ദ്രൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കാൽടെക്സ് ജംഗ്ഷനിലെ AKG പ്രതിമയിലും സ്റ്റേഡിയം കോർണറിലെ യുദ്ധസ്മാരകത്തിലും PK ശ്രീമതി പുഷ്പാർച്ചന നടത്തി. വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി PP സുനീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട് ജില്ലാ കളക്ടർ AR അജയ്കുമാർ മുൻപാകെയാണ് പത്രിക നൽകിയത്. CK ശശീന്ദ്രൻ, MV ശ്രേംസ്കുമാർ തുടങ്ങിയ LDF നേതാക്കളും സുനീറിനൊപ്പം പത്രിക സമർപ്പിക്കാനെത്തി. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ D ബാലമുരളിക്കാണ് പത്രിക നൽകിയത്. മന്ത്രിമാരായ AK ബാലൻ, K കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. അതേസമയം കോഴിക്കോട്ട് പത്രിക സമർപ്പിച്ച MK രാഘവനൊപ്പം പ്രധാന നേതാക്കൾ എത്താത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. DCC പ്രസിഡന്റ് T സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ പത്രികാ സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി മൂലമാണ് വിട്ടുനിൽക്കലെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വോട്ട് ചെയ്തു. ആർക്ക് എന്തിനെന്നല്ല, താൻ കൂടി അംഗമായ കൊല്ലം ബാർ അസോസിയേഷന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. UDF BJP സ്ഥാനാർത്ഥികളും അഭിഭാഷകരാണെങ്കിലും വോട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് KN ബാലഗോപാൽ കൊല്ലം ബാർ അസോസിയേഷന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയത്. 3 മുന്നണികളെപ്പോലെ വീറും വാശിയിലുമാണ് തെരഞ്ഞെടുപ്പ്. ക്യൂ നിന്നാണ് ബാലഗോപാൽ സഹപ്രവർത്തകരായ അഭിഭാഷകർക്കൊപ്പം വോട്ട് ചെയ്തത്. അഭിഭാഷകരായ സ്ഥാനാർത്ഥികൾ ബാലഗോപാലിനോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ബാലഗോപാൽ തിരിച്ചും വോട്ട് അഭ്യർത്ഥിച്ചത് കൗതുകം പകർന്നു. ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു കോർട്ട് കോംപ്ലക്സ്. ഇടതു സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സിന് ഇപ്പോൾ എല്ലാ തീരുമാനമായി. തൊട്ടപ്പുറത്ത് NGO ക്വാർട്ടേഴ്സിന്റെ ആ ഭാഗത്ത്, പഴയ ക്വാർട്ടേഴ്സിന്റെ ഭാഗത്ത് വളരെ വിപുലമായ സൗകര്യമുള്ള കോടതി വരുമെന്ന് ഉറപ്പായി. അതെനിക്ക് തോന്നുന്നു കൊല്ലം ബാറിനെ സംബന്ധിച്ചൊരു വളരെ വലിയ നേട്ടമാണ്. ഇത് വേലുത്തമ്പി ദളവയുടെ കാലത്തും അതിനും രാജാ കേശവാസന്റെ കാലത്തും ഒക്കെയുള്ള ഒരു പ്രധാന കേന്ദ്രം. അവിടെ പുതിയ കോടതിക്കായിട്ട് സമുച്ചയം വരിക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ട്രയലാണോ വോട്ട് ചെയ്യലെന്ന കമന്റുമായി ചില സുഹൃത്തുക്കളായ അഭിഭാഷകർ ഒപ്പം കൂടി. വീറും വാശിയിൽ നിന്ന് വോട്ട് പിടിച്ചുകൊണ്ട് നിന്ന എല്ലാ മുന്നണികളിൽപ്പെട്ട അഭിഭാഷകരും സ്ഥാനാർത്ഥിയായ ബാലഗോപാലിന് രാഷ്ട്രീയം മറന്ന് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ചൂടുയരുന്ന പശ്ചാത്തലത്തിൽ അവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസുകൾ നടത്താൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകമാണെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവിട്ടു. പ്രാഥമിക തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾക്ക് ഇത് ബാധകമാണ്. പരമാവധി 10 ദിവസം വരെയുള്ള ക്യാമ്പുകളും ശില്പശാലകളും പ്രത്യേക അനുമതിയോടെ നടത്താം. കടുത്ത ചൂടും വരൾച്ചയും ഉള്ളതിനാൽ വേനൽക്കാല ക്ലാസുകൾ പാടില്ലെന്ന സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.
പാലക്കാട് വടകരപതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി സൂര്യാഘാതമേറ്റ് മരിച്ചതായി സംശയം. വടകരപതി നല്ലൂർ സ്വദേശി ചിന്നമാൾ ആണ് മരിച്ചത്. അതേസമയം കൊല്ലത്ത് ഇന്ന് 111 പേർക്ക് സൂര്യാഘാതമേറ്റു. 5 ദിവസത്തിനിടെ കൊല്ലം ജില്ലയിൽ സൂര്യാഘാതമേറ്റത് 89 പേർക്ക്. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യ താപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ ആധികാരികതയും കൃത്യതയും പരിശോധിക്കാനുള്ള സംവിധാനം അന്താരാഷ്ട്ര തലത്തിലെത്തുന്നതുപോലെ ഇവിടെയും ആവശ്യമാണെന്നും എം.എ. ബേബി പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണത്തിൽ പ്രധാന സ്ഥാനം മീഡിയയ്ക്കുണ്ടെന്നും എം.എ. ബേബി കോഴിക്കോട് പറഞ്ഞു. The very famous newspaper, Washington Post, they were compelled to correct wrong reporting they have done in Washington Post as a result of the exposure made by this association. Its acronym is FAIR. Its expansion is Fairness and Accuracy in Reporting. They are very active. It started, I think, in the mid-80s. They are very active. I think something similar needs to be formed in our societies also. At the all India level, we should think about that. In provinces, we need to think about that. Because the kind of disinformation which is being carried out by media, electronic print, then social media also, new media also. പരിഷ്കരിച്ച ബ്രെക്സിറ്റ് പ്രമേയവും ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി തെരേസ മേയുടെ പ്രമേയം 286-നെതിരെ 344 വോട്ടിന് പാർലമെന്റ് തള്ളി. മൂന്നാം തവണയാണ് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാർ തള്ളുന്നത്. മുൻപ് 2 തവണ മേയുടെ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. പാസായാൽ രാജിവെക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പുതിയ കരാറുമായി തെരേസ മേ വീണ്ടും എത്തിയത്. പക്ഷേ മേയുടെ വാഗ്ദാനം പാർലമെന്റ് കണക്കിലെടുത്തിട്ടില്ല. പ്രതിസന്ധി മറികടക്കാൻ തെരേസ മേയുടെ മറികടന്ന മറ്റ് എംപിമാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വോട്ടിനിട്ട് തള്ളിയിരുന്നു. സംസ്ഥാനത്ത് എൽ.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ സംസ്ഥാനത്തെത്തും. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, എം.എ. ബേബി, സുഭാഷിണി അലി, സിപിഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി ഡി രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനെത്തുക. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന എൽ.ഡി.എഫിന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, എം.എ. ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, സിപിഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി ഡി രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ 2ാം ഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും എം.എ. ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും എസ് രാമചന്ദ്രൻപിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും വി.എസ്. അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. സിപിഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി ഡി രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.